കുവൈറ്റ് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച് മന്ത്രിസഭ. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം വീതം ധനസഹായം നൽകും. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം വീതവും നൽകും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലേക്ക് യാത്ര തിരിക്കും. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്നത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകും. നിലവിൽ 5ഓളം ആളുകളുടെ വിവരങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും. സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കും. പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ, മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് ഇവർ കുവൈറ്റിൽ എത്തുന്നത്. യൂണിയൻ ഗവൺമെന്റുമായി ചേർന്ന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തും. ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ ബോധി എത്തിയിട്ടുണ്ട്. നമ്മുടെ മിനിസ്റ്ററും ഒരു ദിവസത്തിനും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുമായി ചേർന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഏകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഹെൽപ്പ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കുവൈറ്റിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും. ഒപ്പം കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ KV തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട്. കൂടുതൽ സാമ്പത്തിക സഹായങ്ങളും കുടുംബങ്ങൾക്കായി വിവിധ വ്യവസായികൾ പ്രഖ്യാപിച്ചു. ജനം, തിരുവനന്തപുരം.